ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മിക്സഡ് വെജിറ്റബിൾ മെഴുക്കുവരട്ടി. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് സാധാരണ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചേർത്തിട്ട് ഉണ്ടാക്കിയെന്ന് ഒന്ന് വീഡിയോ എടുത്തു, അത്ര മാത്രം കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട്, അതൊരു 4 പച്ചമുളക് ഉണ്ട്, നല്ല എരിവുള്ളതാണ്. പച്ചമുളക് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം 2 സവാള ചെറുതാക്കി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തു, നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാൻ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു കേട്ടോ. ഈ സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ, ബ്രൗൺ കളർ ആവണ്ട, എന്നാലും നന്നായിട്ട് വാടി വരണം. അതിനുശേഷം നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ 2 കൈപ്പയ്ക്ക, 2 ക്യാരറ്റ്, പിന്നെ ഒരു 10 കോവയ്ക്ക ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൈപ്പയ്ക്ക നമ്മൾ മുന്നേ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി തിരുമ്മി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നപ്പോൾ കൈപ്പയ്ക്കയിലത്തെ വെള്ളമൊക്കെ പോയി പകുതി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളതിലേക്ക് ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അത് ഇട്ട് കൊടുത്തു. പിന്നെ കോവയ്ക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഒരു ബൗൾ കിട്ടി, അതും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു, കറിവേപ്പില മുന്നേ ചേർക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ വയ്ക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായി വാടിയിട്ടുണ്ടാവും. ഇനി തുറന്ന് വെച്ച് ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വറ്റിച്ചെടുത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ കൈപ്പയ്ക്കയിൽ മാത്രമേ ഉപ്പിട്ടത്, പിന്നെ കുറച്ച് സവാളയ്ക്കും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് പോരെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട, കുറച്ച് തുറന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വെള്ളം മൊത്തം പോകണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. നല്ല അടിപൊളി മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ പച്ചക്കറി മാത്രമല്ല, ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിൽ ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഇത് മാത്രം മതി. ഇതിൻ്റെ കൂടെ ഒരു മുട്ട ഓംലെറ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ചോറ് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ വെള്ളം മുഴുവൻ പോയി കേട്ടോ, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ പോലെയായി. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.